ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് നമ്മുടെ വീട്ടിൽ ഫ്ലവർ വേഴ്സിലൊക്കെ വെക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. ഇത് നമ്മുടെ വീട്ടിൽ പച്ചക്കറിയും മറ്റും കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കവർ കൊണ്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അത് നമ്മളെപ്പോഴും ഒഴിവാക്കാറൊക്കെ അല്ലേ ചെയ്യാറുള്ളത്. എന്നാൽ ഇനി അതുകൊണ്ട് നമുക്ക് ഷോക്കേസിലും അതുപോലെ ടീ മേശയിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്ലവേഴ്സാക്കി ഇതെങ്ങനെ മാറ്റുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിനു വേണ്ടി ഇവിടെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ രണ്ട് ഭാഗവും കട്ട് ചെയ്ത് കളയണം. ഇനി ഒരേ അളവിൽ ഇത് 4 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇത് ഏകദേശം ഒരു 6 സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിനി ഇതിന്ന് 4 പീസുകൾ കട്ട് ചെയ്തെടുക്കണം. ഒരേ അളവിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 6 സെൻറ്റിമീറ്റർ എടുത്ത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്ത പോലെ ബാക്കിയുള്ളത് കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ 4 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരുപോലെ വെക്കണം. ഇനി നമുക്കിതിൽ കാണുന്നത് പോലെ മടക്കിയെടുക്കണം. ഒന്ന് മുകളിലേക്കാക്കി മടക്കാം, പിന്നെ അടിഭാഗത്തേക്കാക്കി മടക്കാം. അങ്ങനെ മുഴുവനും നമുക്ക് മടക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ ഒക്കെ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു കമ്പി കൊണ്ട് കെട്ടി വെക്കാം. ഒരു ചെമ്പ് കമ്പിയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിതിനെ കെട്ടി വെക്കണം. ഇനി നമുക്കിതിൽ കാണുന്നത് പോലെ ഇതെല്ലാം ഒന്നിങ്ങനെ വിടർത്തി കൊടുക്കണം.
അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മേൽഭാഗം മൊത്തം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. എന്നാലുള്ളൂ നല്ല ഒരേപോലത്തെ ഷേപ്പ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഫ്ലവർ 4 പീസായിട്ട് കട്ട് ചെയ്യാതെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കൂടി ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് കാണാം. അപ്പോൾ ഇതാ ഇവിടെ ഞാനൊരു കവറ് 2 ഭാഗവും കട്ട് ചെയ്ത് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ നമുക്കൊന്ന് മടക്കി വെക്കാം. എന്നിട്ട് നേരത്തെ മടക്കിയതുപോലെ തന്നെ ഒരു വട്ടം മുകൾ ഭാഗത്തേക്കും പിന്നെ അടിഭാഗത്തേക്കുമാക്കി മടക്കിയെടുക്കണം. അപ്പോൾ അതുപോലെ ഞാനൊക്കെ മടക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഇതുപോലെ തന്നെ നമുക്കൊരു കമ്പി വെച്ച് കെട്ടി വെക്കാം. അതിൻ്റെ 2 സൈഡും കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്കിതൊക്കെ ഇതുപോലെ വിടർത്തി കൊടുക്കാം. 4 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടാക്കിയ പൂവിൻ്റെ അത്ര തിക്കഞ്ഞ് ഇതിന് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകൾ ഭാഗം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുവരുന്ന വേസ്റ്റ് കവർ കൊണ്ട് ഇതുപോലെ നമുക്ക് ഫ്ലവറൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. നമുക്ക് ടീ മേശയിലും അതുപോലെ ഷോക്കേസിലൊക്കെ ഇത് വെച്ചാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.